ഹേ ഗായ്സ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശർക്കര അതായത് ജാഗരി ഉൽപ്പാദിക്കുന്ന സ്ഥലം ഏതാണെന്നറിയാവോ? ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഈ ജാഗരി ഉണ്ടാക്കുന്ന പ്രോസസ്സ് അത്ര എളുപ്പമല്ല. ആദ്യം ഇവർ ഷുഗർ കെയിൻ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിലുള്ള ലീവ്സും ഡേർട്ടും എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷുഗർ കെയിൻ ക്രഷ് ചെയ്യും. ഈ ക്രഷ് ചെയ്ത് ഇതിൽ വരുന്ന ജ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്ന ഫൈബറിനെ ഇവർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് ഈ എക്സ്ട്രാക്ട് ചെയ്ത ജ്യൂസിനെ ഇവർ ഫിൽട്ടർ ചെയ്യും, ഇതിൽ വരുന്ന മഡും ഫൈബറിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഈ ജ്യൂസിനെ ബോയിൽ ചെയ്യും. നനയാത്ത രീതിയിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ചായ കുടിച്ചു നോക്കിയിട്ട് മധുരം കുറവാണ്, അതേ സ്പൂൺ ശർക്കര അടച്ചു വെക്കും. അതിന് ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ പോയി നോക്കുള്ളൂ, അത് പൂത്തിരിക്കും, എടുത്തൊരു എയർ വെച്ച് കൊടുക്കും. ലോജിക്കലി ആ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അതേ സ്പൂണിൽ തന്നെ മിക്സ് ചെയ്യാനും എടുക്കാനും യൂസ് ചെയ്യുമ്പോഴാണ് ചീത്തായി പോകുന്നത്.